പകുതിവില സ്കൂട്ടർ തട്ടിപ്പ് സംസ്ഥാന അതിർത്തിയിലും ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ തട്ടിപ്പിനിരയായ 108 പേർ ആര്യൻകോട് പോലീസിൽ പരാതി നൽകി. സർദാർ വല്ലഭായ് പട്ടേൽ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത്. അയ്യോ സോറി. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോൾ 108 പേരാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. നിരവധി പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി നടന്ന തട്ടിപ്പ് ഇപ്പോൾ സംസ്ഥാന അതിർത്തിയിലെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതായാലും ആയിരക്കണക്കിന് ആളുകളാണ് തട്ടിപ്പിന് ഇരയായത്. അനന്തകൃഷ്ണൻ, ആനന്ദകുമാർ, ഇനി അടുത്തതാരൊക്കെ എന്ന ചോദ്യവും ഏറെ പ്രസക്തമാണ്. ഇപ്പോൾ നമുക്ക് ആര്യൻകോട് പോലീസിൽ ലഭിച്ച പരാതി അനുസരിച്ച് വ്യക്തമാക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ പേരിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ്. അരുൺ സോളമൻ ഉണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകൾ തന്നെയാണ്. ആര്യൻകോട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നവരും അതിലൊരു ചെറിയ വിഭാഗം എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? വിനീത, ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഒറ്റശേഖരമംഗലത്തിലും ഈ തട്ടിപ്പിന് ഇരയായിട്ട് ഭൂരിഭാഗം സ്ത്രീകളും പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. 108 സ്ത്രീകളാണ് ഇപ്പോൾ ആര്യൻകോട് പോലീസ് സ്റ്റേഷനിൽ കൂട്ടമായിട്ട് എത്തി ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവരെ തട്ടിപ്പ് നടത്തിയത് പ്രധാനമായും ഈ തയ്യൽ മിഷൻ ഗൃഹോപകരണങ്ങൾ അടക്കമുള്ള സ്കൂട്ടർ അടക്കമുള്ളവ വാഗ്ദാനം ചെയ്ത് വളരെ ചെറിയൊരു തുകയ്ക്കാണ് ഇത്തരത്തിൽ ഇവരുടെ മുന്നിൽ വാഗ്ദാനവുമായി ഈ സംഘം എത്തിയത്. മുന്നിൽ നിർത്തിയത് ഈ ജനങ്ങൾ വിശ്വസിക്കാൻ കാരണം ഈ പ്രദേശത്തെ പഞ്ചായത്തും ബ്ലോക്കിലുമുള്ള അംഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അതായത് മുന്നത്തെ ഭരണസമിതിയിലും അത്തരത്തിൽ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്ന അംഗങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഈ സംഘം ഇവിടെ എത്തുകയും ഇവരെ വിശ്വാസത്തിലെടുത്തത്. ആദ്യം ഇവരൊരു 10ഓളം പേർക്ക് ഇത്തരത്തിൽ ഈ വാഹനങ്ങളും അതുപോലെ തന്നെ ഈ തയ്യൽ മെഷീനൊക്കെ വിതരണം ചെയ്ത് ഈ പ്രദേശത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിരുന്നു. തുടർന്നാണ് ഈ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഈ സംഘത്തിന്റെ കെണിയിൽ പെട്ടുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ആര്യൻകോട് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയും ഈ കെണിയിൽ പെട്ടു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ ആര്യൻകോട് SI ആയിട്ടുള്ള ഗോവിന്ദ് എടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിനീത, ശരി, നമുക്ക് ഏതായാലും ആ പരാതിക്കാരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഒറ്റശേഖരമംഗലം പഞ്ചായത്തിന് 108 അപേക്ഷകൾ വിവിധ തരം ലാപ്ടോപ്പിന്, 2 വീലറിന്, പിന്നെ ഹോം അപ്ലയൻസസ് എന്നും പറഞ്ഞ്, പിന്നെ തയ്യൽ മെഷീൻ, ഇങ്ങനെ കുറേ പദ്ധതികളുണ്ടെന്നും പറഞ്ഞ് 108 പര അപേക്ഷകർ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. ശ്രീമതി ശ്രീകല എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതും. അത്ര വിശ്വസനീയമായിട്ടാണ് ഈ പറ്റിപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പാവപ്പെട്ട വനിതകൾക്ക് ഒട്ടനവധി സഹായങ്ങൾ ഞങ്ങൾ ഇതുവഴി നൽകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ സമീപിച്ചത്. അവർ പ്രധാനമന്ത്രിയുടെ സഹായ നിധിയിലോട്ട് 2 വീലറിന് പകുതി പൈസയ്ക്ക് തരുമെന്ന് പറഞ്ഞാണ് ഇതിലോട്ട് ഞങ്ങളെ ആകർഷിച്ചത്. കിട്ടിയവരെ കൊണ്ട് തന്നെ ഇതിൽ നല്ലതാണെന്ന് പറയുന്നതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഇത് നല്ലൊരു പദ്ധതിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനും ഇതിൽ 60,000 രൂപ അടച്ചത്. അത് 2 വീലർ 1,20,000 രൂപയുടെ 2 വീലറാണ് 60,000 രൂപയ്ക്ക് തരുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ ചേർന്നത്. ഉടനെ വണ്ടിയുടെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറിയിച്ചതിന് പ്രകാരം വണ്ടിക്ക് അപേക്ഷ വയ്ക്കുകയും ആ വണ്ടി അവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കേരളം മൊത്തം ആകെ ഉണ്ടായിരിക്കുന്ന ഒരു സ്കാം ആയതുകൊണ്ട് മേലധികാരികളോട് ചോദിച്ച് അവരുടെയും കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്.